dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുക്കുത്തിയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽസ് ഐപ്പിനും ലോറിയൽസ് പിന്നെ പ്ലെയർ ഈ മൂന്ന് മെറ്റീരിയൽസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഐപ്പിൻ എടുക്കാം. ഐപ്പിനിൽ അറിയാലോ ഒരു ലൂപ്പ് ഉണ്ടാകും. ആ ലൂപ്പ് നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് സൈഡിലോട്ട് പതുക്കൊന്ന് അകത്താം. അത് ഒരുപാട് വൈഡായിട്ട് അകത്തണ്ട, ലേറ്റായിട്ടൊന്ന് അകത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് ഈ ലോറിയൽസ് അതിലോട്ട് കോർക്കാം. ഇവിടെ ചെറിയ വൈറ്റ് കളർ ലോറിയൽസാണ് എടുത്തിരിക്കുന്നത്. 6 എണ്ണമാണ് ഇതിൽ കോർക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ കോർത്താലും മതി, അതും ഭംഗിയുണ്ടാകും. കുറച്ച് കട്ടിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 6 ലോറിയൽസ് കോർത്ത് കഴിഞ്ഞാൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലൂപ്പ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനാണ് ഞാൻ സൈഡിലോട്ട് അകത്തി പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും. അത് തിരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അത് ഗ്യാപ്പ് ഇല്ലാതെ ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലോറിയൽസ് ഊരി വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി മുകൾ ഭാഗത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അതായത് താഴെ ലൂപ്പ് ഉണ്ടായ പോലെ തന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ എങ്ങനെയാണോ താഴത്തെ ലൂപ്പ് ഇരിക്കുന്നത് അതേ സൈഡിൽ തന്നെയാണ് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഐപ്പിന്നിൻ്റെ ഒരു സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ ബാക്ക് സൈഡിലോട്ട് തിരിച്ച് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. ഒരുപാട് വലിയ ലൂപ്പ് വേണ്ട. ഇത് നമ്മൾ മൂക്കുത്തി ഇടുന്ന സമയത്ത് മൂക്കിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്, അതുകൊണ്ട് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കിയാലും മതി. അതിനുശേഷം നമുക്കത് കറക്റ്റായിട്ട് പകുതിക്ക് വെച്ചിട്ട് ബെൻഡ് ചെയ്യണം. അതായത് മൂക്കുത്തിയുടെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് റീഫില്ലർ അല്ലെങ്കിൽ ഈ പ്ലെയറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ഐപ്പിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുത് മതിയെങ്കിൽ ചെറിയ ഐപ്പിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലോറിയൽസിന് വൈറ്റിന് പകരം വേറെ കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോറിയൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ക്രിസ്റ്റൽ വെച്ചിട്ടും ലോറിയൽസ് ഉണ്ടാക്കും. അതാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മുക്കുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുക്കുത്തിയാണ്. പിന്നെ ലോറിയൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വൈറ്റ് കളർ ലോറിയൽസിന് പകരം ഗ്രീൻ കളർ വെച്ചിട്ട് കൂടി ഞാൻ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മുക്കുത്തി ഡിസൈൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലൊക്കെ യൂസ് ചെയ്യുന്ന അവിടുത്തെ മെയിൻ ഡിസൈനാണ്. അപ്പോൾ ഇതാണ് വൈറ്റ് ലോറിയൽസിന് പകരം ഗ്രീൻ കളർ ലോറിയൽസ് വെച്ചിട്ട് ചെയ്ത ഒരു മുക്കുത്തിയാണ്. ഇത് നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.